ഹലോ, ഇന്ന് നമുക്ക് വെസ്റ്റ് ആഫ്രിക്കൻ ഡിഷായിട്ടുള്ള ജോളോഫ് ചിക്കൻ റൈസ് ഒന്ന് തയ്യാറാക്കിയാലോ. ചിക്കനിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് റെഡ് ക്യാപ്സിക്കം, തക്കാളി, വലിയ ഉള്ളി, 8-10 അല്ലി വെളുത്തുള്ളി, ചുവന്ന മുളക്, 1/4 ടീസ്പൂൺ സോൾട്ട്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. ഈ വേവിച്ച മിക്സിലേക്ക് കുറച്ച് നാരങ്ങനീര്, ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്, 1 ടീസ്പൂൺ ഒറിഗാനോ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കി സെയിം പാനിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓയിൽ ചൂടായാൽ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിൽ നിന്ന് ഒരു 1/3 ഭാഗം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നായി വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. മസാല എല്ലായിടത്തും ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കണം. അതിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായ ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്ക് എന്നിവ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തക്കാളി പേസ്റ്റ് ആക്കിയത്, ചിക്കനിലേക്ക് റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ അരപ്പിൻ്റെ ബാക്കിയുള്ളത് ഇതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ്, അതുപോലെ ആവശ്യത്തിനുള്ള സോൾട്ട്, ചൂടാക്കി വെച്ചിട്ടുള്ള 2 കപ്പ് വെള്ളം, 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ബസുമതി റൈസ് എന്നിവ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. റൈസ് ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിച്ചപ്പ് വിതറി കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ജോളോഫ് ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.